ആക്ച്വലി എഴുതിയിട്ടില്ലേ? ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല പേപ്പറിൽ. ഞാനത് പറയാനുള്ളൂ. എത്രങ്ങാനും പേപ്പറുകൾ എഴുതാൻ എടുത്തുകൊള്ളൂ. 10-15 പേപ്പർ എടുത്തുകൊള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നിലെന്നെ എഴുതാൻ ഫുൾ അറിയില്ലായിരുന്നു. എന്നിട്ട് അവൾ ഒന്നും എഴുതിയിട്ടില്ലട്ടെ. പേപ്പർ ഒന്ന് കാണാൻ അവൾക്ക് എത്ര മാർക്കെന്ന്. നീ എന്താ പാറു ഒറ്റയ്ക്കിരുന്ന് പറയണേ? ഒന്നുമില്ലടി, ഞാൻ എന്തൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞില്ല എക്സാം പേപ്പർ കിട്ടുമ്പോൾ മാർക്കൊന്നും ഉണ്ടാവില്ലെന്ന്. അതാലോചിച്ചപ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ആലോചിച്ചിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് പരീക്ഷ നല്ല ടഫ് ആയിരുന്നു. ആർക്കും എഴുതാൻ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. എനിക്ക് എഴുതാൻ കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ലല്ലോ? ഇല്ലടി, ഞാനൊന്നും എഴുതിയിട്ടില്ല. എടാ, നമ്മുടെ രമ ടീച്ചർ വന്നിക്കണോ? ഈ കണ്ടീനോ? രമ ടീച്ചറൊക്കെ ഉണ്ടാവിടാ. അതല്ല എപ്പോഴും സ്കൂൾ കയറും. എനിക്ക് പേടിയാണ്ടടാ. അന്ന് എന്തായാലും പേപ്പർ ഇട്ടെന്ന് അറിഞ്ഞില്ലേ? ആടാ, എനിക്കും പേടിയാണ്ട്. കഴിച്ചില്ല അപ്പച്ചൊന്നും എഴുതിയിട്ടില്ലല്ലേ? അപ്പച്ചൊരു തണുക്കാളായി. പരീക്ഷക്ക് ഫുൾ എഴുതിനാ? ഇല്ലടി, എനിക്കൊന്നും കിട്ടിയിട്ടില്ലടി. അതേതായാലും നന്നായി. അപ്പൊ നമ്മള് 3 നേരം ഒന്നും എഴുതിയിട്ടില്ലല്ലേ? നീ എഴുതിയിട്ടില്ല അമിന? നീ അങ്ങനെ എഴുതാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ലടി, ഞാൻ എഴുതിയിട്ടില്ല. ഞാനൊരു 10-11 പേപ്പറുള്ള എടുത്തിട്ട്. 10-11 പേപ്പറോ? ആടി, അത്ര ഉള്ളു എടുത്തിട്ട്. ഈ എത്ര എടുത്ത്? കേട്ടിലൂടെ പറയുന്നത് 10-11 പേപ്പർ എടുത്തുകൂടാന്ന്. ഞാൻ 2 ഉള്ളു എടുത്തിട്ട്. അതിലെനിക്കൊന്നും എഴുതാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. ആടി, ഞാൻ 11 പേപ്പർ എടുത്തെന്ന് പറഞ്ഞില്ലേ? അതിൽ പകുതി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കുക. എനിക്കൊന്നും അറിയില്ലായിട്ട്. നമുക്ക് പേപ്പർ ചെയ്യുമ്പോൾ കാണാം. ഞാൻ ടീച്ചറായിട്ട് അങ്ങോട്ട് ഇരുന്നിരിക്കും. ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കും. എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത? ഒന്നുമില്ല ടീച്ചർ. എന്താ പറഞ്ഞു നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല ടീച്ചറെ. ടീച്ചർക്ക് തോന്നിയേക്കാരം. എനിക്ക് ചെറുതായിട്ട് തലവേദന ഉണ്ടാക്കിയേക്കാരം. എന്താ ഇപ്പൊ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ടീച്ചറെ കഴിച്ചു. എന്നാ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോട്ടോ. എടാ, അപ്പോ ടീച്ചർ പേപ്പർ കൊടുത്തിട്ടില്ലാന്നാ തോന്നുന്നു. കയ്യിലൊന്നും കാണാനല്ലോ. അതെ, രമ ടീച്ചറാണ്. പേപ്പർ ഇല്ലാ 37 ക്ലാസ്സിലായിട്ട് വരില്ല കേട്ടോ. അറ്റൻഡൻസ് എടുക്കുവാണേ. 1 2 3 4 5. അപ്പൊ എല്ലാരും വന്നുകൊള്ളേ? യെസ് ടീച്ചർ. അപ്പൊ അടുത്ത പീരീഡ് PT പീരീഡ് അല്ലേ? ബാക്കി തബു വിഷ്ണു എനിക്കുന്നേ. എന്താ രാവിലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും പറയണേ? അയ്യോ ടീച്ചർ കേട്ടോ. എന്താ രാവിലെ തന്നെ നിങ്ങൾക്ക് പറയണേന്ന്? ഒന്നുമില്ല ടീച്ചർ. പിന്നെന്താ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് സംസാരം? അത് പിന്നെ ആ ടീച്ചർ പേപ്പർ ഇടുന്നിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ആ കാര്യം പറ്റി പറഞ്ഞു. ഞാനത് ഓഫീസിൽ വെച്ച് പോന്നിക്കാണ്. പേപ്പറൊക്കെ ഫുൾ നോക്കിയേക്കണു. നിങ്ങൾ ഈ വർത്താനം പറയുന്നതിന്റെ കോളം പേപ്പറിലും കാണാണ്ട്. വെറുതെ എന്റെ ടൈം കളഞ്ഞ് ഞാൻ പേപ്പർ നോക്കിയെന്നുള്ളൂ. അല്ലാതെ ആർക്കും മാർക്കൊന്നുമില്ല ഇതിൽ. ടീച്ചർ പേപ്പർ ഒന്ന് മറന്നിരുന്നു. അപ്പൊ ആ ചെറുക്കന്മാരെ ഓർമ്മിപ്പിച്ചു. എന്തായാലും ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. രണ്ടാളും ഇരിക്കണ്ട, ആളെ നിൽക്കി. ഇവിടെ ചെറുക്കന്മാരപ്പം നിങ്ങൾക്ക് സമാധാനമില്ലേ? അയ്യ, ഞങ്ങളെന്താട്ടി? ഓള് രാവിലെ തന്നെ ടീച്ചർ വന്നപ്പോൾ ഒരു വർത്താനം. ആ ടീച്ചർ അതൊന്ന് മറന്നിരുന്നു. അപ്പത്തിന് അവനെ ഓർമ്മിപ്പിച്ചു. അല്ല, എനിക്ക് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ പോരാഞ്ഞില്ലേ? എനിക്ക് എന്റെ വേല ഏതാണോ അറിയില്ലല്ലോ പണി. ഞാനൊന്നും പറയില്ലേ? പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പേപ്പറിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞിടാഞ്ഞില്ലേ? ടീച്ചർ കൽപ്പിലിക്കുന്ന ടൈമിൽ ഞാൻ വേറെ കാര്യം അങ്ങനെ ആലോചിക്കുക. ഞാനപ്പോ എന്റെ ഓർമ്മയിലാണ് പറഞ്ഞു. അല്ലടാ അപ്പൊ ഞാൻ എന്നോട് PT കാര്യമല്ലേ പറഞ്ഞേ? ആടാ, ശരിയാണല്ലോ. അന്ന് ഞാൻ മാറി പറഞ്ഞാവുന്നുള്ളേ. തോന്നലൊന്നല്ല. ഞാൻ PT കാര്യം എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ ടീച്ചർ കേട്ടിട്ട് നമ്മള് പേര് വിളിച്ചില്ലേ നീച്ചിക്കാൻ പറഞ്ഞിട്ട്? ശരിയാണല്ലോ. എന്നിട്ടോ നേരെ പേപ്പറിന്റെ കാര്യം എടുത്തിട്ടു. നീ സാറിലേതായാലും കിട്ടാല്ലേന്നല്ലേ? അല്ലെ ഇപ്പൊ ആമിന എന്തായാലും ഓർമ്മിപ്പിച്ചു. അത് ശരിയാ. ആമിന എന്തായാലും പറയും. ഇങ്ങനെ തള്ളേരുമ്പോ നമ്മള് വർത്താനം പറഞ്ഞ കേൾക്കണ്ട. അങ്ങോട്ട് ഇരുന്നിരിക്കും. അത് ശരിയാ. ആരെയും വർത്താനം പറഞ്ഞോ? ഇല്ല ടീച്ചർ. അപ്പോന്റെ വിഷ്ണുവിന്റെ സ്ഥലം ഒന്ന് മാറ്റാണല്ലോ. നാളെ തന്നെ മാറ്റണം. എന്നാ എന്തായാലും ഇങ്ങനെ പോട്ടെ. ടീച്ചറെ വേണോ? വേണം. ഒരു വക പഠിക്കൂലെന്ന വാചകടിക്ക് ഒരു കുറവില്ല നിങ്ങൾക്ക്. രണ്ടാക്കും വിവരം കൂടിയാണ്ടാണ് അങ്ങനെ സംസാരിക്കണേ. എന്നാ ഞാൻ രണ്ടാളും പുറത്തുപോയി സംസാരിച്ചോ? എന്നാൽ നിങ്ങൾക്ക് കുറെ നേരം സംസാരിക്കാലോ. നിങ്ങളെ പഠിക്കില്ല. എന്നാ പഠിക്കുന്ന കുട്ടികളെങ്കിലും പഠിക്കാനായിരിക്കും. അതൊക്കില്ലേനു. രണ്ടാളും ഈ പീരീഡ് കഴിഞ്ഞാൽ നിന്നോ ഇരിക്കരുത്. രണ്ടാളും ടീച്ചറൊന്ന് പേപ്പർ മറന്നിരുന്നു. അപ്പത്തേക്ക് കുറിപ്പുകൾ ഓർമ്മിപ്പിച്ച്. ശരിയാ. ആൻസർ ഷീറ്റ് വേണ്ടോ? വാങ്ങിച്ചോ പാറു? മാർക്ക് ഒരുപാടുണ്ടല്ലോ. 12 മാർക്ക്. ക്ലാസ്സിലിരിക്കണ കാണുമ്പോ ഒക്കെ അറിയണ പോലെ ഉണ്ടായിരുന്നല്ലോ. എന്തൊന്നും പഠിച്ചില്ലേ? വീട്ടിൽ ചെന്നിട്ട് എന്താ ഒന്നും പഠിക്കാറില്ലേ? പഠിക്കലൊക്കെ ഉണ്ട് ടീച്ചർ. എന്ത് പഠിക്കലുണ്ടെന്ന് എന്നിട്ട് പേപ്പറിലൊന്നും കാണാമല്ലോ. അത് പിന്നെ ഇനി നിന്നും ഇറങ്ങണ്ട. അവിടെ ഇരുന്നോ. എന്റെ ഉള്ള കണക്ക് 12 ഉള്ളൂ. ഒന്നും എന്റെ കാര്യം എടുക്കാണ്ടാവില്ല. ഞാൻ പോവാണെങ്കിൽ പേപ്പറും വേണ്ട, ഒരളക്കിയും വേണ്ട. ഇത് എങ്ങോട്ടാണ്? കിട്ടാനൊക്കെ കിട്ടും മോളെ. ശരിയാ. വിഷ്ണു എടാ പൊട്ടാ വിഷ്ണു, എന്നെ വിളിക്കണേ. എന്താ എന്റെ പോയി എന്നാണ് പോലെക്കണേ? എന്നെ തന്നെ വേഗം ഇങ്ങോട്ട് പോന്നൂടെ? യെസ് ടീച്ചർ. പേപ്പർ താഴെ നോക്കിക്കോ. മുട്ടയാ പൊട്ടും. മുട്ടയാണോ? അല്ലടാ, എന്നെ എഴുത്തിന് ഞാൻ എനിക്കൊരു 60 മാർക്ക് ഇട്ടേരാ. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പോലും എനിക്ക് അറിഞ്ഞില്ലേ? അതിനെങ്ങനെ മാവേലിന്റെ പോലെ അയച്ചിലിട്ടേലോട് വരിക. പിന്നെ എന്തേലും തലയിൽ കയറുക ആയിട്ടില്ലേനു. പിന്നെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞിരിക്കലല്ലേ പണി. പിന്നെ എങ്ങനെ മാർക്ക് ഉണ്ടാവുക? സീറ്റ് പോയിക്കാടെ. ഓക്കെ, താങ്ക് യു ടീച്ചർ. നാണോ മാനല്ലാത്ത വർഗങ്ങൾ. സ്കൂളിന്റെ മാനം കളയാനായിട്ട് ഇരിക്കണ്ട. അടങ്ങിയിട്ടേ മെല്ലെ പോയി ഇരിക്കാൻ നോക്കുക. ആമിന? യെസ് ടീച്ചർ. 60-59. ഗുഡ് ഗേൾ ആമിന. എന്നതുപോലെ നന്നായിട്ട് പഠിക്കാൻ കേട്ടോ. ഒരാളേലുണ്ടല്ലോ ഈ ക്ലാസ്സിലൊന്ന് പഠിക്കണ കുട്ടി. അത് മതി. നീ നന്നായിട്ട് പഠിക്കാൻ ആമിന. ഓക്കെ ടീച്ചർ. എന്താ 60-59 കിട്ടിയിട്ട് നിന്റെ മൊത്തം സന്തോഷമില്ലാത്ത? ഓള് ബാക്കിയുള്ള മാർക്ക് എവിടെയെന്നൊക്കെ ആലോചിക്കണം ടീച്ചറെ. ഇത് ചിരിക്കണ്ട. ഓളില്ലാത്തൊരു മാർക്ക് അന്ത്യയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും എന്റെ ഒരു മാർക്ക് അവിടെ പോയി. ഇന്ന് പോയിട്ട് പേപ്പർ നല്ലോണം ഒന്ന് നോക്കണം. പോയി നോക്കി. മാർക്ക് വളരെ കുറവാണല്ലോ. ശരിയാ.
ഒരു മാർക്ക്. എന്താ അപ്പൊ ഇത്? എന്താ ടീച്ചർ? ഒന്നുമില്ല ഒന്നുമില്ല. അറിവിൽ ഒരു മാർക്ക് കിട്ടിയിട്ട് അവൻ എന്തേലുള്ള ചോദ്യം. അറിവിൽ 60 കിട്ടിയ പോലെ പോന്റെ വർത്താനം. ഞാൻ പോയിക്കോട്ടെ ടീച്ചർ. പോയിക്കോ പോയിക്കോ. ഇവിടെ എന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. താങ്ക് യു ടീച്ചർ. അപ്പൊ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ ടീച്ചറെ? അല്ല, നിനക്കറിയണ ഒരു മാർക്കിന്റെ ആൻസർ നീ എന്താ വിഷ്ണുവിനെ അറിഞ്ഞെടുക്കായിരുന്നു? നോ, എനിക്ക് ഒരു മാർക്ക് കിട്ടിക്കൂടാന്നില്ലേ? അത് പിന്നെ അപ്പത്തിനോ നീച്ചുപോയി. അല്ലേ പറഞ്ഞെടുത്തിന്നല്ലേ? ചെലപ്പോ. അല്ല, ഞാനും വിചാരിച്ചു എന്താ ഒരു മാർക്കിന്റെ ഉത്തരം ഓന്റിയിലില്ലാന്ന്. അടുത്ത ശിവ. യെസ് ടീച്ചർ. അറിവിൽ 20. നിനക്ക് കുറച്ചും കൂടി പഠിച്ചുകൂടെങ്കിൽ ഒരു 40 എത്തിക്കൂടാന്നില്ലേ? ഈ ക്ലാസ്സിൽ കുറച്ചും കൂടി പഠിക്കണ അമിനാന്റെ ആണ്. നീ ഈ ആപ്പി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടികളും ഉണ്ടാവില്ല പഠിക്കണത്. അടുത്ത എക്സാമിന് നല്ല മാർക്ക് പഠിച്ചുണ്ട് കേട്ടോ. ഓക്കെ ടീച്ചർ. ഓളെ വിശ്വസിക്കാൻ പറ്റില്ല. അവൾക്ക് നോക്കിയാൽ അവൾക്ക് അറിവിൽ 20 മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് തന്നെയുള്ള മാർക്ക് കുറവ്. അറിവിൽ 12. ഓളെന്താ പറഞ്ഞത്? ഞാനൊന്നും എഴുതിയിട്ടില്ല. 2 പേപ്പറുകൾ എടുത്തിട്ടാണ്. 2 പേപ്പറിൽ എഴുതിയപ്പോ തന്നെ 20 മാർക്ക് കിട്ടിയെങ്കിൽ ഒരു 4 പേപ്പർ എടുത്തുകൂടെങ്കിൽ അവൾക്ക് അറിവിൽ 60 മാർക്ക് കിട്ടിയെങ്കിലേ. ഓള് രണ്ടാളും ഞാൻ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് പറയുന്നത്. അടുത്ത എക്സാമിന് നല്ല മാർക്ക് വേണ്ടോ? ശ്രമിക്കാം ടീച്ചർ. ശ്രമിക്കുക മാത്രമല്ല, ഉറപ്പായിട്ടും മേടിക്കൊണ്ടോ. ഓക്കെ ടീച്ചർ. അപ്പൊ എല്ലാരും പേപ്പർ ഇട്ടില്ലേ? അപ്പൊ എല്ലാരും പേപ്പറുകൾ എടുത്തേച്ചാണി. ആ പാക്കറ്റ് വിഷ്ണു അഭിരുന്നോളി. കുറെ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ ടീച്ചർ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, അറിവിൽ ജയിക്കാൻ 18 മാർക്കാണ്. ആ 18 മാർക്കിന്റെ അടിയിലുള്ള എല്ലാരും തെറ്റിയതുകളൊക്കെ 100 വട്ടം ഇമ്പോസിഷൻ എഴുതിയിട്ട് എന്നെ കാണിക്കൊണ്ടിട്ട് നാളെ വന്നിട്ട്. അത് വേണം ടീച്ചർ. വേണം അല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ കയറ്റൂല. ഓക്കെ ടീച്ചർ. ഇനി നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടത് പാട്ട് പാടാൻ ടീച്ചർ. ഞാൻ ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ കൂട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്ത എക്സാമിന് മാർക്ക് കിട്ടിയിട്ടില്ലേ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്ലാസ്സിൽ ഒരു കളിയും ചെറിയ ഒന്നും ഉണ്ടാവില്ല. ഫുൾ പഠിത്തേക്കാരെ. ഓക്കെ ടീച്ചർ. ആർക്ക് ഈ ക്ലാസ്സിൽ നല്ലോണം പാട്ട് പാടാൻ വിളിക്കുക? അബു ടീച്ചർ. ഞാനോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. അബു എനിക്ക് പാടാനറിയാം ചെറുതായിട്ട്. ഒന്ന് പാടിക്കേ. നീലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ വാതിൽ പടിയിലാലെ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗപ്പെരുമണിയാലെ നനഞ്ഞ് കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയിൽ ആലം തന്ന് പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലോ മനമേ മനമേ നീലിന്നാളം പോലെ നാണക്കുഴി കണ്ടേ കണ്ടേ കൽവിന്നരബനെ മുട്ടായി ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്റെ ഹിജാബിലെ തുന്നിയതാരെ. ആഹാ, നല്ല രസമുണ്ടല്ലോ. ഇനി ആരാ പാടുക? ഇനി വിഷ്ണു പഠിക്കേ. ഞാനോ? ആയി എന്നെ പാട്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെന്ന് ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. വാ, അടിപൊളി. ഇനി അടുത്താര പാടുക? ഞാൻ അടുത്ത പാറ പഠിക്കേ. നീലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ വാതിൽ പടിയാലെ അലിവാർന്നൊരു വാക്കു പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗപ്പെരുമഴയാലെ നനഞ്ഞ് കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലോ മനമേ മനമേ നീലിന്നാളം പോലെ നാണക്കുഴി കണ്ടേ കണ്ടേ കൽവിൽ അറബന മുട്ടായി ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്റെ ഹിജാബിലെ തുന്നിയതാരെ. ആഹാ, നല്ല രസമുണ്ടല്ലോ. ഇത് പബു പാടിയെന്നല്ലേ ഇജ്ജ് പാടി? എനിക്കതുള്ള അറിയടിച്ചേ. കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ പാടിക്കേ. ഈറൻമൂടി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂത്തിരകൾ നല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്തെ ദാട്ടിൻ തടങ്ങൾ ആയതിനാൽ പോയിടാ വിണ്ണ നദി പോലൊഴുകിടാ മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാ എത്തുകില്ല മറിവില്ലാണു നീ. അണക്ക് പിന്നെ പഠിത്തുള്ളിൽ അറിയാം. പാട്ടവും പാടാൻ വയ്ക്കൂലേ? ആ ടീച്ചറെ, പാട്ടവും പാടാൻ വയ്യ. നീ ശിവ പഠിക്കേ. കാത്തു 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 നിന്നു നോക്കി 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്നാ മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്നാ. എനിക്ക് ഇത്രയുള്ളൊരു ടീച്ചറെ. സിറ്റോ. അപ്പൊ എല്ലാവർക്കും പാടാനൊക്കെ അറിയില്ലേ? പിന്നല്ല ടീച്ചർ കേൾക്കാനായിട്ട്